ബിനീഷ് ആന്റണി ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. ബിനീഷ്, ഡാമുകൾ തുറക്കുന്നത് കാര്യത്തിൽ ഉൾപ്പെടെ ചില നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലെ സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. ഇടുക്കിയിൽ ഇന്നലെ രാത്രി മുതൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇടുക്കി കല്ലാർകുട്ടി ഡാം തുറന്നു. 2 ഷട്ടറുകളാണ് കല്ലാർകുട്ടി ഡാമിന്റെ തുറന്നിരിക്കുന്നത്. 15 സെന്റിമീറ്റർ വീതം ആണ് ഷട്ടർ തുറന്നിരിക്കുന്നത്. 150 കനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. ഈ വെള്ളം, ഈ ജലം നേരെ പാമ്പള അണക്കെട്ടിലെത്തി ഇവിടെയുള്ള ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചാൽ ഈ പാമ്പള ഡാം തുറക്കാനുള്ള ഉത്തരവും ജില്ലാ കളക്ടർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ഈ 47 മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേടാണ്. 47 മണിക്കൂറിൽ പീരുമേട് മാത്രം ലഭിച്ചത് 314 മില്ലിമീറ്റർ മഴയാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാർ, പീരുമേട്, വാഗമൺ, രാജക്കാട്, രാജകുമാരി ഭാഗങ്ങളിൽ ഇപ്പോൾ ശക്തമായി തന്നെ മഴ തുടരുകയാണ്. ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇടുക്കിയിലെ രാത്രികാല യാത്രാ നിരോധനവും ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 7 മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് അവധി നൽകിയിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇടുക്കി അണക്കെട്ടിൽ ഒരടിയോളം വെള്ളം ഉയർന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഏതാണ്ട് ഒരടിയോളം ഉയർന്നിട്ടുണ്ട്. 3 ഡാമുകൾ തുറക്കാനാണ് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിറക്കിയത്. അതോടൊപ്പം പാമ്പള അണക്കെട്ട്, അത് മൂന്നാർ ഹെഡ് വർക്സ് ഡാം, അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി അണക്കെട്ട്. ഈ ഹെഡ് വർക്സ് ഡാമിന്റെ ഷട്ടർ രാത്രിയോടെ തന്നെ ഒരു 10 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. കാരണം മൂന്നാറിന്റെ മുതിരപ്പുഴ അടക്കം ജലനിരപ്പ് ഇന്നലെ പെയ്ത മഴയിൽ തന്നെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഈ ജലനിരപ്പ് ഉയർന്നാൽ തന്നെ ഈ പഴയ മൂന്നാർ അടക്കമുള്ള സ്ഥലങ്ങളിലെ കടകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം മുൻപ് നിലനിന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കാൻ തന്നെയാണ് ഹെഡ് വർക്സ് ഡാമും തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കല്ലാർകുട്ടി ഡാമിന്റെ 2 ഷട്ടറുകളാണ് രാവിലെ 6:45 മണിക്ക് തുറന്നത്. ഏതായാലും പാമ്പള ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജലനിരപ്പ് ക്രമീകരിക്കേണ്ട ഭാഗമായി പാമ്പള ഡാം തുറക്കാനുള്ള ഉത്തരവും ജില്ലാ ഭരണകൂടം ഇറക്കിയിട്ടുണ്ട്. ഏതായാലും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള ഇടുക്കി പ്രദേശമായതിനാൽ വിവിധ വകുപ്പുകളോട് സജ്ജമായി തന്നെ തുടരാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കനത്ത മഴയത്തോടെ മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ മണ്ണിടിഞ്ഞ് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം അടക്കുന്ന സ്ഥലത്തെത്തി ഈ മണ്ണ് എല്ലാം നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിലും 12ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന കൂമ്പമ്പാറ ബൈപ്പാസ് റോഡിൽ സ്കൂൾ കുട്ടികൾ വന്ന 50ഓളം സ്കൂൾ കുട്ടികളുമായി വന്ന ബസ്സിന് മുന്നിൽ വൻമരം കടപുഴകി വീഴുന്നു. തുടർന്ന് ഇവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തന്നെ വൈദ്യുതി ഇല്ലാണ്ടായി. ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തന്നെ ഒടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈദ്യുതി ബന്ധം താറുമാറായി. പിന്നീട് KCB അധികൃതരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അധികൃതരും എല്ലാം സ്ഥലത്തെത്തിയായിരുന്നു ഈ ഗതാഗത പുനഃസ്ഥാപിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ പല മേഖലയിലും ഇപ്പോൾ മഴ ശക്തമായതിനാൽ വൈദ്യുതി ബന്ധം തകരാറിൽ തന്നെ തുടരുകയാണ്. അത് ഈ വൈദ്യുതി ബന്ധം ക്രമീകരിക്കാനുള്ള KCBയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇടുക്കി ജില്ലയിൽ പല മേഖലയിലും ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുന്നു. എല്ലാ വകുപ്പുകളോട് സജ്ജമായി തന്നെ തുടരാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തീർച്ചയായും ബിനീഷ്, ഈ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, അവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ക്യാമ്പുകളുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, തുടങ്ങിയിട്ടുണ്ടോ? അവിടെ ആരെങ്കിലും ഒക്കെ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കാവുന്ന കൺട്രോൾ റൂം കട്ടപ്പന, പീരുമേട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങളിൽ തുറന്നതായാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിലവിൽ ക്യാമ്പുകളുടെ പ്രവർത്തനം ആരെങ്കിലും മാറ്റേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ ക്യാമ്പ് ഉടൻ തുറക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അധികൃതർ. ഏതായാലും ഇതുവരെ ആരെയും ക്യാമ്പുകളിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലിയ പ്രശ്നങ്ങളൊന്നും ഇടുക്കിയിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ വരും മണിക്കൂറിൽ മഴ ശക്തമായി തന്നെ കൂടുതൽ ജാഗ്രത പുലർത്താൻ തന്നെയാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.